ഏജൻസി ആണെങ്കിലും ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഇത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇന്ന് പറയുന്നില്ല. അവര് ചെയ്ത അവിടെ പോയ നൺമാര് എന്ത് ചെയ്തു എന്ന് ഞാൻ ഇപ്പോ അതിന് ഡീറ്റെയിൽ പോകുന്നില്ല. പക്ഷേ അവരുടെ എതിരെ ഈ കൺവേർഷന്റെ എലിഗേഷൻ സത്യമല്ല എന്ന് പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ മുതൽ മിഞ്ഞാന്ന് മുതൽ സംസ്ഥാന സർക്കാർ, ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിന്റെ ടച്ചിലുണ്ട്. അവിടുത്തെ ഹോം മിനിസ്റ്ററിനൊപ്പം ഞാൻ തന്നെ 3 തവണ സംസാരിച്ചിട്ടുണ്ട്. BJP ഛത്തീസ്ഗഡിന്റെ പ്രസിഡന്റിനെ കൂടെ ഞാൻ സംസാരിച്ചു. അവരെല്ലാവരും സഹായിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. നീതി നൽകും എന്നാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നത്. ഇതിനൊപ്പം കോൺഗ്രസ് അവരുടെ ഒരു അവസരവാദ രാഷ്ട്രീയം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം. ഏത് സമുദായമാണെങ്കിൽ, നമ്മുടെ മലയാളി സമുദായത്തിൽ ആരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ BJP മാത്രമേ ഇറങ്ങുന്നുള്ളൂ. മറ്റേ പാർട്ടികൾ ഇവരുടെ കഷ്ടവും ഇവരുടെ വിഷമവും ഇവരുടെ വേദനയുകൊണ്ട് ഒരു അവസരവാദ രാഷ്ട്രീയം ചെയ്യാനാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ആദ്യവും കണ്ടിട്ടുണ്ട്. അത് മുനമ്പമാണോ ഏത് കാര്യമാണോ ഏത് പ്രശ്നമാണെങ്കിലും കോൺഗ്രസ് ചെയ്യുന്നത് ഒരു അവസരവാദ രാഷ്ട്രീയം ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.